അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ഹോം മെയ്ഡ് ഡോണറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇതൊന്ന് നന്നായിട്ട് സെറ്റായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 3.5 കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3.5 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡോണറ്റ്സ് അങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരം പാക്കഡായിട്ട് വരുന്ന ഫ്ലവർ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സാൾട്ടും കൂടെ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈസ്റ്റ് അത്യാവശ്യത്തിലേറെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ പരിപാടിയിലേക്ക് പോകട്ടോ. ഇനി നമുക്കതിലേക്കുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ച ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ബട്ടർ, ഞാൻ സോൾട്ട് ഇല്ലാത്ത ബട്ടറാണ് എടുത്തത്. ബട്ടർ നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തത്. ഇത് 2 കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് ഞാൻ പാല്, ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാം മെഷർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു 3/4 ഗ്ലാസ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിലും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഒരു മെഷറിംഗ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ എല്ലാ ഇതിലും മെഷർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കുക. എല്ലാം ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അളവ് വളരെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ അതുപോലെ നോക്കിയിട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. എന്നാലേ ഇതൊരു ഡബിൾ സൈസായിട്ട് ഇതുപോലെ കിട്ടുള്ളൂ. പിന്നെ നേരത്തെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നിങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചാലേ അതിൻ്റെ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, വളരെ തിക്കിൽ വേണം പരത്താൻ, ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പിൽ എന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിലൊരു ഹോളും കൂടെ വേണമല്ലോ. അതിന് നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു എന്താ പറയുക, കുപ്പീൻ്റെ മൂടിയോ ഏതായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് സെൻറ്ററിലൊരു ഹോളും കൂടെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഡോണറ്റ് വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മൂടിയോ അല്ലെങ്കിൽ വേണ്ട വലിയ ഗ്ലാസ്സോ കപ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത ശേഷം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണയിൽ വറുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എണ്ണ അവിടെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് വറുത്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇത് അധികം ബ്രൗൺ കളറാവാതെ തന്നെ നമുക്കിങ്ങനെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ പഞ്ചസാര മാത്രമായിരുന്നു ഈ കോട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ന്യൂട്ടല്ലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് പഞ്ചസാര കോട്ടിങ്ങും അതുപോലെ കുറച്ച് ന്യൂട്ടല്ല, രണ്ടും കൂടെ മിക്സഡ് ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കടയിൽ അത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല, കാരണം ഇതൊരു ഹോം മെയ്ഡ് ആയതുകൊണ്ട്. പക്ഷേ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.